പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ചവരെ പ്രവേശിപ്പിക്കണമെന്ന സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൂടുതൽ പേർ രംഗത്ത്. ആചാരങ്ങളിൽ കാലാനുസൃത മാറ്റം വേണമെന്ന ഒരു വിഭാഗം വാദിക്കുമ്പോൾ ഗൂഢശക്തികളാണ് വിഷയം വിവാദമാക്കുന്നതെന്ന വാദമാണ് മറുപക്ഷത്തിന്റേത്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ച സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമോ? ഈ ചർച്ചയ്ക്ക് വഴി തുറന്നത് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ വാക്കുകളാണ്. അങ്ങനെ ഒരു വസ്ത്രധാരണം ചെയ്തതുകൊണ്ടോ ഒരു മുണ്ടെടുത്ത് കയറിയത് കൊണ്ടോ അതിൻ്റെ അടിയിൽ പാൻ്റ് ഇട്ട് മുണ്ടിട്ടുകൊണ്ട് കയറിയത് കൊണ്ട് ഉടുത്തോണ്ട് കയറിയത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഐശ്വര്യമോ അഭിവൃദ്ധിയോ അനുഗ്രഹമോ ലഭിക്കുമോ? അങ്ങനെ ലഭിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അന്ധവിശ്വാസമല്ലേ വാസ്തവത്തിൽ. സ്വാമി സച്ചിദാനന്ദയുടേത് വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ വാദം. ഇതിനെ വിവാദമാക്കാൻ ശ്രമിക്കുന്നത് ഗൂഢശക്തികളാണെന്നും കൂട്ടിച്ചേർക്കുന്നു. ചുരിദാർ ധരിച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിക്കരുതെന്ന 2016 ഹൈക്കോടതി വിധി പരിഗണിക്കാതെയാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്ന് ക്ഷേത്രം കർമ്മചാരി സംഘം പ്രസിഡന്റ് ബബ്ലു ശങ്കർ ന്യൂസ് 18 പറഞ്ഞു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാനായിട്ട് ഒരു ഗൂഢസംഘം കുറേ നാളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം കുടപിടിക്കുന്ന രീതിയിൽ ആണ് ഈ വിഷയത്തിനെ ഇന്ന് ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് ഒരു സന്യാസിവര്യൻ, അദ്ദേഹം ഒരു മഠാധിപതി പറഞ്ഞ ഒരു വാക്കുകളെ അതിനെ കുടപിടിച്ചുകൊണ്ട് ഇതിനെ ഊതിപ്പെരുപ്പിച്ച് പറയുന്നത്. നിലവിലെ ആചാരം മാറ്റരുതെന്ന് ആഗ്രഹിക്കുന്നവരിൽ പലരും അഭിപ്രായം പറയാതെ ഒഴിഞ്ഞുമാറി വിഷയം തണുപ്പിക്കുക എന്ന തന്ത്രപരമായ നിലപാടിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.